പാലക്കാട് ഇക്കുറിയും വി.കെ. ശ്രീകണ്ഠൻ തന്നെ. CPIM സ്ഥാനാർത്ഥി എ. വിജയരാഘവനെ പരാജയപ്പെടുത്തിയാണ് UDFിലെ സിറ്റിംഗ് MP കൂടിയായ ശ്രീകണ്ഠൻ മണ്ഡലം നിലനിർത്തിയത്. പാലക്കാടിനുള്ളത് ടിപ്പുവിന്റെ കോട്ടയാണെന്നും ഇടതുകോട്ടയല്ലെന്നും ശ്രീകണ്ഠൻ പറഞ്ഞു. വിജയത്തിന് വേണ്ടിയിട്ട് നമുക്ക് വോട്ട് തന്ന നിഷ്പക്ഷരായിട്ടുള്ള ജനങ്ങൾ എല്ലാവരോടും നന്ദി മാത്രമേ ഉള്ളൂ. എനിക്ക് വളരെ സങ്കടമാണ് തോന്നുന്നത്, സന്തോഷം കൊണ്ടുള്ള പട്ടാമ്പി, ഷൊർണൂർ, ഒറ്റപ്പാലം, കോങ്ങാട്, മണ്ണാർക്കാട്, മലമ്പുഴ, പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നുള്ളതാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലം. മണ്ഡലം രൂപീകൃതമായതിനു ശേഷം നടന്ന 15 തിരഞ്ഞെടുപ്പുകളിൽ 11ലും ജയിച്ചത് ഇടതുമുന്നണിയായിരുന്നു. പാലക്കാട് ഇടതുപക്ഷ കോട്ടയാണ്. ഇനിയെങ്കിലും നിങ്ങൾ ഈ കോട്ട പറയലൊന്നും നിർത്തണം. ആകെ പാലക്കാട് ഒരു കോട്ടയുള്ളൂ, അത് ടിപ്പു സുൽത്താന്റെ കോട്ടയാണ്. UDFിന്റെ നിങ്ങൾക്കറിയാം, UDFിന്റെ ഒരു ചരിത്ര വിജയമാണ്. ഈ കേരള സംസ്ഥാനം ഉണ്ടായതിനു ശേഷം ഇത്രയും വലിയ ഭൂരിപക്ഷത്തിന് പാലക്കാട് UDF വിജയിച്ചിട്ടില്ല. അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാ UDF പ്രവർത്തകരോടും അതുപോലെ തന്നെ വോട്ട് ചെയ്ത എല്ലാ സുമനസ്സുകളോടും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനമായ KSUയിലൂടെയാണ് വി.കെ. ശ്രീകണ്ഠന്റെ രാഷ്ട്രീയ പ്രവേശനം. 1993 KSU സംസ്ഥാന വൈസ് പ്രസിഡന്റായി. 2006 KPCC നിർവാഹക സമിതി അംഗമായി. 2012 KPCC സെക്രട്ടറിയുമായി. പാലക്കാട് DCC പ്രസിഡന്റുമായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗമായും കാർഷിക സർവകലാശാല ജനറൽ കൗൺസിൽ അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. കോൺഗ്രസ് നേതാവ് KA തുളസിയാണ് ഭാര്യ. ഇവർ മുൻ വനിതാ കമ്മീഷൻ അംഗവും നിലവിൽ നെന്മാറ NSS പ്രിൻസിപ്പാളുമാണ്. ന്യൂസ് ഡെസ്ക് CCN.